الحمد لله الحمد لله رب العالمين الحمد لله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش الحمد لله الذي باركنا بالقرآن الذي باركنا بشعبان ورمضان نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد كما باركت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد قال الله تعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله المولانا العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ മഹത്തായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാതയിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നടന്നെടുക്കണമെന്ന് ഒന്നാമതായി എന്നെയും തുടർന്ന് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ശഅബാൻ മാസം നമ്മിൽ വന്നെത്തിച്ചേരുകയും അതിന്റെ പകുതിയോളം മുഴുവനാവുകയും ചെയ്തിരിക്കുന്നു. റമദാനിനു വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ബാരിക്നാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അല്ലാഹുവേ, ശഅബാനിലും റജബിലും അല്ലാഹുവേ നീ ബർക്കത്ത് ചെയ്യണമേ. വബല്ലിഗ്നാ റമദാൻ, ഈ റമദാനിനെ കൂടെ ഒന്നുകൂടെ ഈ റമദാനിനെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു നൽകണമേ എന്ന അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകൾ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ശഅബാൻ മാസമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവന്റെ സഹാബത്തും റഹിമഹുമുല്ലാഹ് എല്ലാവരും കൂടെ ഒരുമിച്ച് അരയൊക്കെ മുറുക്കിക്കെട്ടി റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് റജബും ഷഅബാനും. ഷഅബാൻ ആയിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ കർമ്മങ്ങൾ, നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങളെ കുറിച്ച് ഷഅബാനിലെ അള്ളാഹുവിന്റെ പ്രവാചകരുടെ ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുന്നത് കൊടുങ്കാറ്റ് പോലെയാണ്. കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ നടത്തുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഷഅബാൻ ആകുന്ന സമയത്ത് കരയൊക്കെ മുറുക്കിക്കെട്ടി കൈയൊക്കെ മടക്കി വെച്ച് നമ്മൾ സാധാരണ രീതിയിൽ എന്താണ് ഇങ്ങനെയൊക്കെ ഒരുങ്ങുക, എന്തോ ഒരു വലിയൊരു കാര്യം ചെയ്യാനുണ്ടാവും, ഒരു കഷ്ടപ്പെടുന്ന ഒരു കഷ്ടപ്പാടിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരുക്കം നടത്തുന്നത്. അതല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ഇടേണ്ട, കൂടുതൽ തയ്യാറെടുപ്പുകൾ ആവശ്യമായ ഒരു സന്ദർഭത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒരുങ്ങും. അതിന്റെ ഭാഗമായിട്ട് നമ്മളെ വീടുകളിലൊക്കെ ഇപ്പം നനച്ചുകുളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. കാരക്ക എവിടുന്ന് വാങ്ങണം, ഏത് ഐറ്റം വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ഈ പ്രാവശ്യം എന്തായാലും നമുക്ക് കൊളസ്ട്രോൾ വേണ്ട, അതുകൊണ്ട് പൊരിച്ച കടികൾ തുറക്കുന്ന സമയത്ത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. വീട്ടിൽ പൊടിപടങ്ങൾ ഉണ്ടാകാൻ പാടില്ല, റമദാനിനെ വരവേൽക്കുകയാണ് വീടുകളിലേക്ക്. അതുകൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി
നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് റമദാനിനെ. ഈ റമദാനിനെ കുറിച്ച് അല്ലാഹുവിന്റെ വചനങ്ങൾ കേട്ടാൽ നമുക്കറിയാം. കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി നിർബന്ധമാക്കിയതാണ്. നിങ്ങൾക്ക് വേണ്ടി നിർബന്ധമാക്കിയതാണ് എന്ത്? നോമ്പ്, റമദാനിലെ സിയാം എന്ന് പറയുന്നത്. അപ്പൊ ഈ തഖ്വയിലേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു പ്രവാചകന്റെ ഒരുക്കങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് തഖ്വ? തഖ്വയെ കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ പറഞ്ഞത്, മുള്ളു നിറഞ്ഞ ഒരു പാതയിലൂടെ, കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിലൂടെ ഞാൻ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഞാൻ എത്ര സൂക്ഷ്മമായി എന്റെ കാലെടുത്ത് വെക്കും. അതാണ് തഖ്വ. ഇസ്ലാമിന്റെ വളരെ അടിസ്ഥാനപരമായ, ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മനുഷ്യനെ അവന്റെ ബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ബോധത്തിൽ നിലനിർത്തുക. തഖ്വ എന്നുള്ളത് ബോധപൂർവമായ കർമ്മങ്ങളുടെ, അങ്ങനെയുള്ള കർമ്മങ്ങളിൽ നിരതനാവുന്നതിന്റെ പേരാണ് തഖ്വ എന്ന് പറയുന്നത്. എന്നാൽ അത് നേടിക്കഴിഞ്ഞ ഒരാളെയാണോ നമ്മൾ മുത്തഖി എന്ന് വിളിക്കുന്നത്? നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചില ആളുകളെ കുറിച്ച് നമ്മൾ പറയും, അദ്ദേഹം ഭയങ്കര തഖ്വയുള്ള ഒരാളാണ്, മുത്തഖിയാണ്. നമ്മൾ പലപ്പോഴും പല ആളുകളെ കുറിച്ചിട്ടും നമുക്ക് വളരെ ബഹുമാനപൂർവ്വം നമ്മൾ പല ആളുകളെ കുറിച്ചിട്ടും പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ തന്നെ പറഞ്ഞു വെക്കുന്നു, ഹുദൽ ലിൽ മുത്തഖീൻ. അല്ലാഹു ഖുർആനിനെ കുറിച്ച് പറയണം, ഹുദൽ ലിൽ മുത്തഖീൻ. മുത്തഖിയായ ആളുകൾക്ക്, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഹുദയാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥം. എന്താണ് ഈ തഖ്വ? സൂക്ഷ്മത ആഗ്രഹിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷ്മമായി ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി മുന്നോട്ട് പോകുന്ന എല്ലാവരും തഖ്വയിലുള്ളവരാണ്. ഈ മുള്ളും കല്ലും നിറഞ്ഞ പാതയിൽ ഓരോ അടി വെച്ചുകൊണ്ട് പോകുന്ന ആളുകൾ അവരെ സൂക്ഷിക്കുന്നത് എന്റെ കാലിൽ മുള്ളു തട്ടരുത്, കല്ല് തട്ടരുത് എന്നാണ്. ഇതുപോലെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായി നടത്തുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു അസറ്റാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ നേടിക്കഴിയുന്ന ഒരു സ്ഥിതി ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അതുണ്ടാവുന്ന ഒരു സന്ദർഭം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതിലേക്കുള്ള പ്രയാണമാണ്, തഖ്വയിലേക്കുള്ള പ്രയാണമാണ് ഓരോ മനുഷ്യനും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓരോ മുസ്ലിമും മുഅ്മിനും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ പ്രയാണത്തിൽ ഏറ്റവും നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് തഖ്വ എന്താണ് എന്നറിയുന്നതിനോട് കൂടെ എന്താണ് യഥാർത്ഥത്തിൽ തഖ്വയിൽ നിന്നും വ്യതിചലിക്കാൻ കാരണമാകുന്ന സംഗതികൾ. അശ്രദ്ധ എന്ന് പറയുന്നത് തന്നെയാണ് തഖ്വയുടെ വിപരീത പദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ലഹ്വ്. ഒന്നിനെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവുകയും, അതിൽ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഞാനൊരു പിടി ഭക്ഷണം കഴിക്കുമ്പോ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മി ചൊല്ലണം, നന്ദിയുള്ളവനാവണം, ഭക്ഷണത്തിനോട് നന്ദിയുള്ളവനാവണം. അപ്പൊ ഈ ഭക്ഷണം എവിടെ നിന്ന് വന്നു? ആരാണ് എനിക്ക് ഭക്ഷണം നൽകുന്നത്? ഇത് എവിടെ നിന്ന് വന്നു? ഇതിന്റെ സോഴ്സ് എന്താണ്? ഇതിന്റെ പിന്നിൽ ആരാണ് പണിയെടുത്തിട്ടുണ്ടാവുക? അങ്ങനെ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ വിത്ത് വിതറാൻ വേണ്ടി പോകുന്ന ആളാണോ യഥാർത്ഥത്തിൽ എനിക്ക് ഭക്ഷണം നൽകിയത്? ആ വിത്ത് വിതറിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അതിന്റെ ഒരു കൈകാര്യകർത്താവാണ്, ഖലീഫയാണ്. അയാളുടെ ഖിലാഫത്ത് എന്ന് പറയുന്നത് ഈ വിത്ത് നടുക എന്നുള്ളതായിരുന്നു, അതിനെ നനയ്ക്കുക എന്നുള്ളതായിരുന്നു, അതിനെ പരിപാലിക്കുക എന്നുള്ളതായിരുന്നു. അത് ഖിലാഫത്താണ്. ആ വിത്ത് മുളച്ച് കതിരകളായി, അരിമണികളായി, നെല്ലായി, അരിമണികളായി നിങ്ങളുടെ മുന്നിലെത്തി
അതിനെ പാകം ചെയ്ത് നിങ്ങൾ ഭക്ഷിക്കുന്ന സന്ദർഭത്തിൽ ഇതിൽ വളരെ വളരെ ചെറിയ ശതമാനം മാത്രമാണ് മനുഷ്യൻ എന്നുള്ള നിലക്കും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ എന്നുള്ള നിലക്കും നമ്മുടെ അതിലെ പങ്ക് എന്ന് പറയുന്നത് വളരെ ചെറിയതാണ് എന്നുള്ള മനസ്സിലാക്കലാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ, നിന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ നിന്റെ റഹ്മത്തില്ലായിരുന്നുവെങ്കിൽ ഈ ഭക്ഷണത്തിന്റെ ഈ അരിമണി എന്റെ മുമ്പിൽ എത്തുമായിരുന്നില്ല എന്നുള്ള ബോധ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നത്. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഭക്ഷണം കഴിക്കണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ നിമിഷങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ദിക്റുകളും ഇത്തരം വാതായനങ്ങളും ഇത്തരം ജനാലകളും തുറന്നു വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹുവിന്റെ ദിക്റിലേക്കുള്ള തഖ്വയിലേക്കുള്ള ബോധ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നമുക്ക് ഈ തഖ്വയിൽ നിന്ന് നമ്മളെ അശ്രദ്ധരാക്കുന്ന ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അൽഹാകുമുത് തകാസുർ. നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പെട്ടെന്ന് നിസ്കരിച്ചു പോകുമ്പോൾ ഓതിപ്പോകുന്ന ചില ആയത്തുകളിൽ പെട്ടതാണ് അല്ലെ സൂറത്തു തകാസുർ ഒക്കെ. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. നമ്മളിങ്ങനെ സുന്ദരമായിട്ട് ഈണത്തിലും ഭംഗിയിലും ഒക്കെ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തു തകാസുർ. അതിന്റെ ആദ്യത്തെ ആയത്ത് അൽഹാകുമുത് തകാസുർ. നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. എന്ത്? അത്തകാസുർ. എന്തോ ഒന്നിങ്ങനെ ഒരുക്കൂട്ടി വെക്കാൻ, എന്തോ ഒന്നിങ്ങനെ സ്വരൂപിച്ച് വെക്കാനുള്ള ഒരു ത്വര. ഇത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആദമിന്റെ മക്കൾക്ക് 2 കൂമ്പാരം നിറയെ സ്വർണം, 2 മലകൾ നിറയെ സ്വർണം നൽകിയാൽ അവന് മൂന്നാമതൊന്നിനെ ആഗ്രഹിക്കും. അവന്റെ വായ നിറയുന്നത് ഒരു പിടി മണ്ണ് കൊണ്ടല്ലാതെ ഒന്നുമല്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ ഒരു രീതിയാണ് ഒന്നിങ്ങനെ വാരിക്കൂട്ടിക്കൊണ്ടേയിരിക്കുക എന്നുള്ളത്. പക്ഷെ ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത അൽഹാകുമുത് തകാസുർ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താണ് ഈ തകാസുർ, എന്തിനാണ് ഈ അത്യാർത്തി, എന്താണ് ഈ ഒരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ വ്യാഖ്യാനം വളരെ വളരെ വിശാലമാണ്. ചില ആളുകൾക്ക് ധനമായിരിക്കാം ഈ സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ചിലപ്പം ധനമായിരിക്കും. ചില ആളുകൾക്ക് പ്രശസ്തിയായിരിക്കും. ചില ആളുകൾക്ക് ആരോഗ്യം ഇങ്ങനെ പുഷ്ടിപ്പെടുത്താം, അതിലായിരിക്കും ചിലപ്പം ഒരു സ്വരുക്കൂട്ടൽ. അതിങ്ങനെ ഒരു ഗതിയില്ലാതെ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഇതൊരു തെറ്റായ കാര്യമാണോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ധനം എന്ന് പറയുന്നതും നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നതും നമുക്കുള്ള ആൾക്കാരുടെ എല്ലാ തരത്തിലുള്ള നമുക്ക് നൽകപ്പെടുന്ന റെസ്പെക്ട് എന്ന് പറയുന്നതും ഇതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അപ്പൊ ഇതിൽ എന്താണ് ഒരു പ്രശ്നം? അൽഹാകുമുത് തകാസുർ. പക്ഷേ ആ തകാസുർ നിങ്ങളെ അശ്രദ്ധരാക്കി മാറ്റിയിരിക്കുന്നു. ഇത് പരസ്പരം ഉള്ളൊരു സംഗതിയാണ്. തകാസുർ എന്നുള്ളത് അറബി ഭാഷയിൽ തഫാഅല വസനിൽ വരുന്ന ഒരു സംഗതിയാണ്. തഫാഅല എന്നുള്ളത് പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തകാസുർ. അപ്പൊ നിങ്ങള് ചില സമയത്ത് ധനം നേടുന്നു, അതിനുശേഷം ആ ധനം നിങ്ങളെ നേടുന്നു. അപ്പം ആദ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുക ധനം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. പിന്നെ ധനമായിരിക്കും നിങ്ങളുടെ മോട്ടീവായിട്ട് നിൽക്കുന്നുണ്ടാവുക. നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടു നടക്കുന്നത് ഈ തകാസുറിന്റെ ഐറ്റം ആയിട്ടുള്ള ധനമായിട്ടും പ്രശസ്തിയായിട്ടും മറ്റുള്ള എല്ലാ സംഗതികളും. അൽഹാകുമുത് തകാസുർ. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് നിങ്ങളെ അശ്രദ്ധയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ. ഇതിങ്ങനെ പോയി അവസാനം ഖബറിടത്തിൽ എത്തുന്നത് വരെ നിങ്ങൾ ഈ തകാസുറും കൊണ്ട് ഇങ്ങനെ നടക്കും. ഈ സൂറത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി,
കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. നിങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യും. എന്തിനെ കുറിച്ചാണെന്ന് ഇതുവരെ പറഞ്ഞു വെച്ചിട്ടില്ല. എന്തിനെ കുറിച്ചാണ് എന്ന് ഇതുവരെ പറഞ്ഞു വെച്ചിട്ടില്ല. പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ഇങ്ങനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ثم لترونها عين اليقين. അതിനു മുമ്പായിട്ട് നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ثم لترون الجحيم, നിങ്ങളുടെ നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് അതിനെ നിങ്ങളെ കൊണ്ട് സൂക്ഷ്മമായി നോക്കിപ്പിക്കും. ലതറവുന്ന, 2 പ്രാവശ്യം ശ്രദ്ധിട്ടുകൊണ്ട് 2 പ്രാവശ്യം ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ നരകത്തിന് മുമ്പിൽ കൊണ്ടുപോയി നിർത്തും. അതിനുശേഷം നരകത്തിനെ ഇങ്ങനെ സൂക്ഷ്മമായി നിങ്ങളെ കൊണ്ട് നോക്കിപ്പിക്കും എന്ന് അല്ലാഹു പറഞ്ഞു വെക്കുകയാണ്. എന്താണ് ഈ നോട്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മൾ സൂര്യനിലേക്ക് അതിങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് എത്ര നിമിഷം നമുക്ക് നോക്കാൻ പറ്റും? അതിലേക്ക് നോക്കുന്നതോട് കൂടി നമ്മൾ കണ്ണിമ വെട്ടിച്ചു കളയും. അതിന്റെ ആ ഒരു എഫക്റ്റ് പറ്റാതിരിക്കാൻ വേണ്ടി അതിങ്ങനെ തട്ടി മാറ്റിക്കളയും, നമ്മുടെ നോട്ടം മാറ്റിക്കളയും. ഇത് നരകത്തെ കുറിച്ചുള്ള വാക്കിന് അറബി ഭാഷയിൽ ജഹീം എന്ന് ഉപയോഗിച്ചിട്ടുള്ള വാക്കുണ്ടല്ലോ, ഇതേ വാക്ക് തന്നെയാണ് ജുഹ്മ് എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ജുഹ്മ് എന്നുള്ള വാക്കിന് സിംഹത്തിന്റെ അർത്ഥമാണ്. ഈ സിംഹത്തിന്റെ ഒരു പ്രത്യേകത, അതിനെക്കുറിച്ച് നമ്മൾ പല ചാനലുകളിലും മറ്റു വീഡിയോകളിലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. അത് അതിന്റെ ഇരയെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ നോക്കും, അതിനെ തന്നെ നോക്കിയിരിക്കും. അതിനെ തന്നെ നോക്കിയിരുന്ന് ആ ഇര തിരിച്ച് ഈ സിംഹത്തെ നോക്കുന്ന സമയത്ത് ആ ഇരക്ക് ഉണ്ടാവുന്ന ഒരു വിഭ്രാന്തി ഉണ്ട്. ആ വിഭ്രാന്തി എന്ന് പറയുന്നത്, എന്റെ കഥ തീർന്നു, ഞാൻ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു നിലയിലാണ് ആ ഇര നിൽക്കുന്നുണ്ടാവുക. ആ ഇരയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ആ സിംഹത്തിന്റെ ഓരോ അനക്കങ്ങളും വളരെ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഇര സിംഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിങ്ങനെ അറിഞ്ഞും അറിയാതെയും നേരിട്ടും അല്ലാതെയും അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഇത് മാനുഷികമായ നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കഥയിൽ നിന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ്, ആ ബസ്സിൽ ഞാനും മറ്റൊരാളും മാത്രമേ ഉള്ളൂ. ആ മറ്റൊരാൾ എന്ന് പറയുന്ന ആൾ ഒരു വല്ലാത്തൊരു നോട്ടം എന്നെ നോക്കുന്നുണ്ട്. ഒരു പ്രെഡേറ്റർ ഒരു ഇരയെ നോക്കുന്നത് പോലെ, ഒരു സിംഹം അതിന്റെ ഇരയെ നോക്കുന്നത് പോലെ എന്നെ നോക്കുന്നുണ്ട്. എന്നെ ആക്രമിക്കാനുള്ള ഒരു തരത്തിലാണ് ആ നോട്ടം എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ഞാനും ആ മനുഷ്യനുമല്ലാതെ മറ്റാരുമില്ലാത്ത ആ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു ഭയം, ആ ഭയം കാരണം ഞാൻ ആ മനുഷ്യനെ നോക്കാതിരിക്കുകയും നോക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ ജഹീം എന്നുള്ള വാക്കിനെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ല അയാളെ അവിടെ നോക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമാവില്ല, അവിടെ നരകമുണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾക്ക് ഇഷ്ടമാവില്ല. നിങ്ങൾ അതിൽ നിന്ന് കണ്ണുകൾ തെറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾക്കതിന് സാധിക്കുകയില്ല. നിങ്ങളെ ഞാൻ അതിലേക്ക് നോക്കിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാണ്. അതിലേക്ക് നോക്കിപ്പിക്കുക തന്നെ ചെയ്യും. ഈ സൂറത്ത് തുടങ്ങിയത് അൽഹാകുമുത് തകാസുർ, നിങ്ങളെ അശ്രദ്ധരാക്കിയിരിക്കുന്നു ഈ തകാസുർ എന്ന് പറഞ്ഞ സംഗതി. ഈ സൂറത്ത് അവസാനിക്കുന്നത് നരകത്തിന് മുമ്പിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തുമ്പോ ആ സമയത്ത് ഈ ഇരയായി നിൽക്കുന്ന ഞാൻ, ആ സമയത്ത് എനിക്ക് അശ്രദ്ധ പിടിപറ്റുകയില്ല. എന്നെ വേറെ ഒരു ചിന്തയും എന്റെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നല്ലാതെ ഒരു ചിന്തയും എന്റെ മനസ്സിലേക്ക് കടന്നു വരികയില്ല. നിങ്ങൾ അശ്രദ്ധരായിരിക്കുന്ന നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന്, പൂർണ്ണമായ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് നരകത്തിലേക്ക് നോക്കിപ്പിച്ച് ആ ഇരയുടെ ആ ദൃഷ്ടി
നിങ്ങളിലേക്ക് നോക്കുന്ന വരത്തിൽ നിങ്ങൾ അതിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. നിങ്ങൾ നേരിട്ട് നരകത്തെ കാണുന്ന സന്ദർഭമായിരിക്കും അത്. 3 തരത്തിലുള്ള യഖീനുകളുണ്ട്. ഒന്ന് ഇൽമുൽ യഖീൻ, പിന്നൊന്ന് ഐനുൽ യഖീൻ, പിന്നൊന്ന് ഹഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത് ചില അസംഷൻസിന്റെ പുറത്ത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പെർസെപ്ഷൻസ് ആണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പുക കാണുമ്പോ നമുക്ക് കാര്യമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നുക അത് അവിടെ തീ ഉണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം പുകയുള്ളത്. അപ്പൊ തീയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമ്മുടെ ഒരു പെർസെപ്ഷനാണ്. ഐനുൽ യഖീൻ, നമ്മൾ അവിടെ പോയി നോക്കുകയാണ്. അവിടെ പോയി നോക്കുമ്പോ തീന്റെ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഐനുൽ യഖീനാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇത് തീയാണ് എന്ന് മനസ്സിലായി, കണ്ണുകൊണ്ട് ഗോചരമായി മനസ്സിലായി. ഇനി ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് പോയി തൊട്ടു നോക്കുക. ഈ തീ തന്നെയാണോ, യഥാർത്ഥത്തിൽ തീയാണോ, അല്ല ലൈറ്റിനെ കൊണ്ടുള്ള വല്ല കളിയാണോ എന്നറിയില്ലല്ലോ. അവിടെ പോയി തൊട്ടു നോക്കുമ്പോൾ അത് ചൂടാണ്, തീയാണ് എന്ന് ഉറപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് ഹഖുൽ യഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് ഹഖുൽ യഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ഈ ഖുർആൻ ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് റിയാലിറ്റിയാണ് ഖുർആൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഗതികൾ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ ഏതെങ്കിലും ഒരു സംഗതി അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് പുനരാലോചിക്കേണ്ടതുണ്ട്. ഏതായാലും ഇതിനെ നേരിട്ട് നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ആ ദിവസം ആ അശ്രദ്ധയിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന് ശ്രദ്ധയിൽ കൊണ്ടു നിർത്തിയതിനു ശേഷം അള്ളാഹു വിചാരണക്ക് കൊണ്ടുപോകും. അപ്പോ നമ്മുടെ ശ്രദ്ധ വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അള്ളാഹുവിന്റെ വിചാരണയിലായിരിക്കും. ഓരോ നിഅമത്തുകളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ എന്താണ് ഈ നിഅമത്തുകൾ? ഈ നിഅമത്തുകളിൽ ഏറ്റവും അധികം മനുഷ്യനെ കബളിപ്പിക്കുന്ന ഒരു നിഅമത്ത് എന്ന് പറയുന്നത് സമയമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. തീർച്ചയായും മനുഷ്യൻ നഷ്ടത്തിലാണ്. കാലത്തെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്ന ഒരു സന്ദർഭമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്, ഫൈദാ ഫറഗ്ത ഫൻസബ്. നിങ്ങൾ ഒരു പണിയിൽ നിന്ന് മറ്റൊരു പണിയിലേക്ക് പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കണം. ഒഴിഞ്ഞിരിക്കുന്ന സമയം, ഒഴിഞ്ഞിരിക്കുന്ന മനസ്സ് എന്ന് പറയുന്നത് പിശാചിന്റെ തടവറയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. ഒഴിഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല. ഇനി അത് തന്നെ ആലോചിക്കുക, യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന സമയം? അങ്ങനെ ഒരു സമയം നമുക്കുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു നോക്കുക, 24 മണിക്കൂർ തികയാതെ വരുന്ന സന്ദർഭമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്, അല്ലെ? അപ്പൊ എന്താണ് ഈ ഒഴിവ് സമയം? എന്താണ് ഈ ഒഴിവ് സമയം? ഈ ഒഴിവ് സമയം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദിക്റില്ലാത്ത എല്ലാ സമയവും, അള്ളാഹുവിന്റെ ദിക്റില്ലാത്ത എല്ലാ സന്ദർഭവും സമയവും അത് അള്ളാഹു പറഞ്ഞതുപോലെ നാശത്തിലേക്ക് നയിക്കുന്നതാണ്. അത് തകാസുർ, അൽഹാഖുമു തകാസുറിലേക്ക് നയിക്കുന്നതാണ്. സമയം എന്ന് പറയുന്നതാണ് മനുഷ്യന്റെ നിഅമത്തുകളിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കുന്ന സംഗതി. ഇനി അതൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഓരോ നിഅമത്തുകളെ കുറിച്ചും അള്ളാഹു ചോദിക്കുമെന്ന് ലതസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഓരോ നിഅമത്തുകളെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അള്ളാഹു ചോദിക്കും, ഈ നിമിഷം നീ എന്ത് ചെയ്തു? ഈ നിമിഷം നീ എന്ത് ചെയ്തു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തകാസുർ എന്ന് പറയുന്നത് ഒരു മത്സര ബുദ്ധിയോട് കൂടിയുള്ള, മറ്റുള്ളവനെ പരാജയപ്പെടുത്തണം എന്നുള്ള ബുദ്ധിയോട് കൂടിയുള്ള ഒരു കൂട്ടൽ പരിപാടിയാണ്. ഇതിൽ നല്ലതായ മത്സരങ്ങളും മോശമായ മത്സരങ്ങളുമുണ്ട്.
അതിൽ മോശമായ മത്സരങ്ങളിൽ പെട്ടതാണ് ദുനിയവിയായ ഓട്ടങ്ങൾ. നല്ലതായ മത്സരങ്ങളിൽ പെട്ടതാണ് നന്മയിലേക്കുള്ള ഓട്ടം. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വറഹ്മ. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ഓടിയെടുക്കുക. അത് നിങ്ങൾ മത്സരിച്ചു കൊള്ളുക. അത് നിങ്ങൾ പരസ്പരം മത്സരിക്കുക. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി മത്സരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ വന്നു പോവുകയും ആ റമദാനിലൂടെ ഒരാൾ പാപമോചനം നേടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ മിമ്പറിൽ കയറുന്ന സമയത്ത് മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റമദാനാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ ഈ തഖ്വയാണ് റമദാനിന്റെ മോട്ടീവ്. റമദാനിലൂടെ നമുക്ക് നേടാനുള്ളത് തഖ്വയാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ആ തഖ്വയിൽ നിന്ന് നമ്മളെ വ്യതിചലിപ്പിക്കുന്ന സമയം, നമ്മൾ ഒരുപാട് സമയം നമ്മുടെ മൊബൈൽ ഫോൺ തിന്നു പോകുന്നുണ്ട്. ഒരുപാട് സമയം ഇപ്പം അടുത്ത് വന്നിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി അതാണ്. കണക്ക് പ്രകാരം 60% മുകളിൽ മൊബൈൽ ഡാറ്റ യൂസേജ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് 60% മുകളിൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ്. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഒരു മനുഷ്യനും ഒരു ഉപകാരവുമില്ലാത്ത ആക്ടിവിറ്റീസിലാണ് 60%-ലധികം മൊബൈൽ ഡാറ്റ ഇന്ത്യയിൽ ഉപയോഗിക്കപ്പെടുന്നതെന്നാണ്. നമ്മുടെ സമയം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ അവൈലബിൾ ആവുന്ന, നമ്മൾ എണീച്ചിരിക്കുന്ന സമയം, ആ സമയത്തിൽ ഒരു ഭൂരിഭാഗം സമയവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തിരുപ്പിൽ പെട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അവിടെ പിടിക്കേണ്ടതുണ്ട്, അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പ്രൊഡക്റ്റീവായി മാറേണ്ടതുണ്ട്. ഈ പ്രൊഡക്റ്റീവായി മാറുക എന്ന് പറഞ്ഞാൽ 2 കാര്യമുണ്ട്. എന്ത് അമല് ചെയ്യുമ്പോഴും അത് ദിക്റുള്ള അമലാണെങ്കിൽ, അള്ളാഹുവിനെ ഓർമ്മയുള്ള അമലാണെങ്കിൽ അത് പ്രൊഡക്റ്റീവായ അമലാണ്, അൺപ്രൊഡക്റ്റീവായ അമലല്ല. ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ഉറങ്ങുന്നതാണ് നല്ലത് തിന്മയിലേക്ക് പോകുന്നതിനേക്കാൾ. അതും ചിലപ്പോ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഞാനൊരു തിന്മയിലേക്ക് എത്തിച്ചേരുമെന്നുള്ള പേടിയിൽ ഒരാൾ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അതാണ് അയാളുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള സമയം. ഇങ്ങനെ നമ്മുടെ സമയത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച് കൂടുതലായി ആലോചിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തഖ്വ എന്ന് പറയുന്നതിലേക്ക് എത്തിച്ചേരാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ അശ്രദ്ധനാക്കുന്ന എന്ത് സംഗതിയാണ് എന്റെ ജീവിതത്തിൽ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കലാണ്. അത് മനസ്സിലാക്കുകയും അതിനെ തിരുത്താനുള്ള പദ്ധതികൾ തയ്യാറെടുക്കുകയും അതിനുവേണ്ടി മുറുക്കിക്കെട്ടി അരയും തുണിയും മുറുക്കിക്കെട്ടി റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യണമെന്ന് ഈ ഒരു സന്ദർഭത്തിൽ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.